മലയാള മാധ്യമങ്ങൾ വൃത്തികെട്ട എന്ന പദം ഉപയോഗിക്കാതിരിക്കാൻ ഒക്കത്തില്ല. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ആരും ഇതിനെക്കുറിച്ച് പ്രതികരിച്ചു കണ്ടില്ല. അവിടെ നുഴഞ്ഞുകയറ്റക്കാരുടെ വിഷയം, കള്ളവോട്ടിൻ്റെ വിഷയം, വോട്ട് ചോരി യഥാർത്ഥത്തിൽ ചെയ്തത് സ്ഥാനത്തിലേക്ക് എടുക്കുമെന്നല്ല, ഖബർ കുതകി എന്ന് പറഞ്ഞപ്പം ആ ഖബറുമായിട്ട് ബന്ധപ്പെട്ട ആരുടെയൊക്കെ മനസ്സിൽ ആവേശം വളർത്തിയെടുക്കാൻ വേണ്ടി ചെയ്ത പണിയല്ലേ അത്. മോദി, പ്രധാനമന്ത്രി മോദിയെ ഒഴിവാക്കണം. അങ്ങ് ഓർക്കുന്നുണ്ടല്ലോ കാര്യം. തീർച്ചയായിട്ടും. സർ, കഴിഞ്ഞ ദിവസം കോൺഗ്രസിൻ്റെ വലിയൊരു റാലി ഡൽഹി നടന്നു. 5 കോടി ആളുകൾ ഒപ്പിട്ട ഒരു മെമ്മോറാണ്ടം പ്രസിഡൻറ്റിനെ കൊടുക്കുകയും ചെയ്തു. അപ്പോൾ റാലി ഓക്കെ. പക്ഷേ ആ റാലിയിൽ ഒരു മഹിളാ കോൺഗ്രസ് നേതാവ് വിളിച്ച ഒരു മുദ്രാവാക്യമുണ്ട്. മോദി തേരി ഖദർ ഖുദേഹി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഖബർ ഞങ്ങൾ കുഴിക്കും എന്നാണ്, ഇന്നല്ലെങ്കിൽ നാളെ. അതാണ് ഈ സ്ത്രീ വിളിച്ച മുദ്രാവാക്യം. ഇത് ഗാന്ധിയുടെ കോൺഗ്രസ്സാണ്. ഇതാണ് നമുക്ക് ഇന്ത്യ കോൺഗ്രസ് അവകാശപ്പെടുന്നത്. ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ഖബർ ഇന്നല്ലെങ്കിൽ നാളെ കുഴിക്കും എന്ന് കോൺഗ്രസ് പരസ്യമായി മുദ്രാവാക്യം വിളിച്ചാണ്. നമ്മുടെ ഈ മാപ്രാകൾ, വൃത്തികെട്ട മലയാള മാധ്യമങ്ങൾ വൃത്തികെട്ട എന്ന പദം ഉപയോഗിക്കാതിരിക്കാൻ ഒക്കത്തില്ല. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ആരും ഇതിനെക്കുറിച്ച് പ്രതികരിച്ചു കണ്ടില്ല. മോദിയുടെ അമ്മയെ അസഭ്യം പറഞ്ഞു ബീഹാറിൽ വെച്ച്, ആരും പ്രതികരിച്ച് കണ്ടില്ല. അപ്പോൾ മോദിയെ ആർക്കും എന്തും പറയാം, കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്താം. ഇവിടുത്തെ മാധ്യമങ്ങൾ, അതായത് ഈ എച്ചിൽ തിന്നുന്ന കേരളത്തിലെ പത്രദൃശ്യ മാധ്യമങ്ങൾ, അവർ നിശബ്ദത പാലിക്കും. പക്ഷേ സോഷ്യൽ മീഡിയയ്ക്ക് ഇത് വിടാൻ പറ്റില്ലല്ലോ. നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയല്ലേ സാർ? നമ്മളിതിനെ പ്രതികരിക്കേണ്ടത്. എന്താണ് സംഘയുടെ അഭിപ്രായ കാര്യത്തിൽ? ആദ്യം തുടങ്ങേണ്ടത് അങ്ങ് ഈ പറയുന്ന കാരണങ്ങൾ കൊണ്ട് തന്നെയാണ് കേരളത്തിലെ നമ്മൾ പരമ്പരാഗതം എന്ന് വേണമെങ്കിൽ പറയാം, വലിയ പാരമ്പര്യമൊന്നും അവകാശപ്പെടാനില്ലെങ്കിലും ഈ മാധ്യമങ്ങൾ അപ്രസക്തമായിക്കൊണ്ടിരിക്കുന്നതും അതിനെയൊക്കെ നമ്മുടെ ഭൂമി പോലെയുള്ള സാമൂഹ്യ മാധ്യമങ്ങൾ വളർന്നു വരികയും ചെയ്യുന്നതിൻ്റെ കാരണം ഇത് തന്നെയാണ്. സത്യസന്ധമായി കേരളം അല്ലെങ്കിൽ ഭാരതം അറിയേണ്ട വാർത്തകൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് തയ്യാറാവുന്നില്ല. അത് തയ്യാറാകുന്നതാണ് ഇതുപോലുള്ള സാമൂഹ്യ മാധ്യമങ്ങളുടെ പ്രസക്തി വർദ്ധിപ്പിക്കുന്നത്. അതൊരു ഭാഗം. രണ്ടാമത്, അത് കേവലം ഒരു മുദ്രാവാക്യമായിരുന്നില്ല. മോദി തേരി ഖബർ കുതേഗി ആജ് നഹി തോ കൽ. മോദി നിങ്ങളുടെ ശവക്കുഴി തോണ്ടി ഞങ്ങൾ ഇന്നല്ലെങ്കിൽ നാളെ. ഈ റാലി തന്നെ ഒരു പ്രത്യേക റാലിയാണ്. വോട്ട് ചോരി എന്നൊക്കെ പറഞ്ഞൊരു റാലിയാണ്. അത് ലോകസഭയിൽ കൃത്യമായി ഇതുവരെ അതുമായി ബന്ധപ്പെട്ട് ഉയർത്തിയ എല്ലാ പ്രശ്നങ്ങൾക്കും, രാഹുൽ ഉൾപ്പെടെ ഉയർത്തിയ എല്ലാ പ്രശ്നങ്ങൾക്കും കൃത്യമായ മറുപടി 1, 2, 3 എന്ന് അക്കമിട്ട് അമിത്ഷാ കൊടുത്തതാണ്. അമിത്ഷാ ഉത്തരം കൊടുക്കുമ്പോഴത്തേക്ക് ഇറങ്ങി ഓടുകയായിരുന്നു രാഹുൽ ഗാന്ധിയും കൂടെയുള്ളവരും. ആ ഉത്തരം കേൾക്കാനുള്ള സുഖം കാണിച്ചിട്ടില്ല. മനഃപൂർവ്വം ബോധപൂർവ്വം ഇടപെട്ട് ചർച്ച വേണമെന്നാക്കി ചർച്ചയ്ക്ക് ഭരണപക്ഷം അനുഭവിച്ച് ചർച്ചയായി. ചോദ്യങ്ങൾ ഉയർത്തിയ ശേഷം ഓടി രക്ഷപ്പെടുകയായിരുന്നു. അവിടെ നുഴഞ്ഞുകയറ്റക്കാരുടെ വിഷയം, കള്ളവോട്ടിൻ്റെ വിഷയം, വോട്ട് ചോരി യഥാർത്ഥത്തിൽ ചെയ്തത് സുഭാഷ് ചന്ദ്രബോസ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടപ്പം ആ സുഭാഷ് ചന്ദ്രബോസിനെ പാർട്ടിയിൽ നിന്ന് രാജിവെപ്പിച്ചതും സർദാർ പട്ടേലിനെ ഒഴിവാക്കി ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രിയായതും, അങ്ങനെ ഇന്ദിരാഗാന്ധിയുടെ ഇലക്ഷൻ കേസ്, ഇതെല്ലാം സൂചിപ്പിച്ചുകൊണ്ട് പാർലമെൻറ്റ് നിറഞ്ഞു നിന്ന ചർച്ച, ഇത് കേട്ട് കഴിഞ്ഞപ്പം ആ മറുപടി മുഴുവൻ കേൾക്കാതെ ഇറങ്ങി ഓടുകയായിരുന്നു രാഹുൽ. ആ രാഹുലാണ് ഈ റാലി നടത്തുന്നത്. അപ്പോൾ അവിടെ ഉയർത്തുന്ന കാര്യങ്ങളുടെ മെറിറ്റിൻ്റെ പേരിൽ പിടിച്ചു നിൽക്കാൻ പറ്റുകയെന്ന് ഉറപ്പായി. അപ്പോൾ കണ്ടൊരു വഴിയാണ് ജനങ്ങളിലേക്ക് സന്ദേശം കൊടുക്കുക, മോദിയെ കൊല്ലണം, അത് മാത്രമേ ഇനി വഴിയുള്ളൂ. ദേ ആർ ഓൾ കൺവിൻസ്. അവർക്കെല്ലാം ഉറപ്പായി കഴിഞ്ഞു. ജനാധിപത്യ രീതിയിൽ ഭാരതത്തിൽ അധികാരം മാറുവാനും അധികാരം നെഹ്റു അല്ലെങ്കിൽ ഗാന്ധി കുടുംബത്തിലേക്ക് തിരിച്ചു തന്നതിനുള്ള സാഹചര്യം ഇല്ലാത്തത് കൊണ്ട് ഒരേ ഒരു വഴിയെന്ന് പറയുന്നത് തെരഞ്ഞെടുക്കപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കൊന്നില്ലാതാക്കുകയാണെന്ന് മനസ്സിലാക്കിയതിൻ്റെ പേരിലാണ് ഈ മുദ്രാവാക്യം അവളെ മുഴങ്ങിയത്.
അതിനവർ പറയുന്ന ന്യായം, മുദ്രാവാക്യം പ്രവർത്തകരാണ് വിളിച്ചത്, സ്റ്റേജിൽ നിന്ന് ആരും വിളിച്ചിട്ടില്ല, അത് ഞങ്ങൾ അറിഞ്ഞല്ല എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ ഇതേ കാര്യത്തിന് ലോകസഭയിൽ എനിക്ക് തോന്നുന്നു കിരൺ റിജ്ജു, മന്ത്രി കിരൺ റിജ്ജുവും രാജ്യസഭയിൽ JP നദ്ദയും ഈ വിഷയം ഉന്നയിച്ചു. അവർ പറഞ്ഞത് കോൺഗ്രസ് നേതാക്കൾ ഇതിന് ക്ഷമ ചോദിക്കണമെന്നാണ് പറഞ്ഞത്. സ്വാഭാവികമായും അവരുടെ അറിവോടുകൂടി അല്ലാതെ ഇങ്ങനൊരു സംഭവം ഉണ്ടായതാണെങ്കിൽ എന്തെങ്കിലും അല്പം മാന്യത അവശേഷിക്കുന്നുണ്ടെങ്കിൽ അവർ ചെയ്യേണ്ടിയിരുന്നത് എഴുന്നേറ്റ് നിന്ന് ഞങ്ങൾ ഇങ്ങനെയുള്ളൊരു മനോഭാവത്തോട് യോജിക്കുന്നില്ല, ഇത് കോൺഗ്രസിൻ്റെ ഔദ്യോഗിക നിലപാടല്ല, അതിൽ എങ്കിലും ഇങ്ങനൊരു പരാമർശം ഉണ്ടായതിൽ ക്ഷമ ചോദിക്കുന്നത് പറയുകയായിരുന്നെങ്കിൽ സോണിയയുടെ ആണെങ്കിലും മല്ലികാർജുൻ ഖർഗെയുടെ ആണെങ്കിലും രാഹുലിൻ്റെ ആണെങ്കിലും പ്രിയങ്കയുടെ ആണെങ്കിലും ഒക്കെ നിലവാരം ഇന്ത്യയുടെ ജനങ്ങളുടെ മുമ്പിൽ, ലോകത്തിലെ ജനങ്ങളുടെ മുമ്പിൽ വളരുമായിരുന്നു. ആരും ചോദ്യങ്ങൾ ഉന്നയിക്കുന്നില്ല. അത് ഉണ്ടാകാതെ വന്നപ്പോഴാണ് നമ്മുടെ ചിന്ത മറ്റു ചില കാര്യങ്ങളിലേക്ക് പോകുന്നത്. അങ്ങ് തീർച്ചയായും ഓർക്കുന്നുണ്ടാവുമല്ലോ, നരേന്ദ്രമോദി അധികാരത്തിൽ വന്നപ്പം മണിശങ്കർ അയ്യർ പാകിസ്ഥാനിൽ പോയി. അവിടെ ചെന്ന് ഭാരതവും പാകിസ്ഥാനുമായിട്ടുള്ള താല്പര്യങ്ങൾ സ്വാഭാവികമായിട്ടും പാകിസ്ഥാൻ തന്നെ പറഞ്ഞു, പാകിസ്ഥാൻ അനുകൂലമായ രീതിയിൽ കാര്യങ്ങൾ മാറണമെങ്കിൽ പ്രധാനമന്ത്രി മോദിയെ ഒഴിവാക്കണം. അങ്ങ് ഓർക്കുന്നുണ്ടല്ലോ കാര്യം. തീർച്ചയായിട്ടും. അതെന്താ അവിടെ ആവശ്യപ്പെട്ടെന്നായിരുന്നു? അന്ന് ആവശ്യപ്പെട്ടത് മോദിയെ പ്രധാനമന്ത്രി പദത്തിൽ നിന്ന് ഒഴിവാക്കണമെന്നല്ല മണിശങ്കർ അയ്യർ ആവശ്യപ്പെട്ടത്, നരേന്ദ്രമോദിയെ ഒഴിവാക്കണമെന്നാണ് മണിശങ്കർ അയ്യർ ആവശ്യപ്പെട്ടത്. അങ്ങനെ മണിശങ്കർ അയ്യർ ആവശ്യപ്പെടണമെങ്കിൽ ഗാന്ധി കുടുംബത്തിൻ്റെ ഏതാണ്ടൊരു കൊട്ടാരം വിദൂഷകൻ എന്ന് പറയാവുന്ന അത്രയ്ക്ക് കൃത്യമായ അടിമത്തം ആ കുടുംബത്തോട് പാലിക്കുന്നൊരു വ്യക്തി ഒരിക്കലും ഇവിടെ നിന്ന്, ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിൽ ചെന്ന് ഇങ്ങനത്തെ കാര്യം പറയില്ല. അവിടെ ചെന്ന് നരേന്ദ്രമോദിയെ ഒഴിവാക്കണം എന്ന് പറഞ്ഞപ്പം അർത്ഥം വെച്ചത് പാകിസ്ഥാൻ്റെ സഹായത്തോടുകൂടിയാണെങ്കിലും മോദിയെ ഒഴിവാക്കുമെന്നായിരുന്നു. ഇപ്പോഴാഗ്രഹിക്കുന്ന മറ്റൊന്നുമല്ല. എല്ലാ വഴിയും അടഞ്ഞു കഴിഞ്ഞപ്പം അമേരിക്കൻ ജോർജ് സോറോസോടും ചൈനയിലെ ഷീ ജിൻപിങ് ഗവൺമെൻറ്, പാകിസ്ഥാൻ, ഈ 3 കൂട്ടരുടെയും സഹായത്തോടു കൂടി ഭാരതത്തിൻ്റെ ഒരു ഭരണമാറ്റം ഉണ്ടാക്കുക എന്ന് ലക്ഷ്യം വെച്ചുകൊണ്ട് നരേന്ദ്രമോദിയെ ഒഴിവാക്കാനുള്ള ഒരു കുൽസിതശ്രമമല്ലേ ഇതിനെ പിന്നിലും സംശയിക്കേണ്ടിയിരിക്കുന്നു. തന്നെയല്ല, ഒരു കാര്യം സാന്ദർഭികമായിട്ട് ഞാൻ ചോദിക്കുക, മോദിയുടെ ഖബർ ശവക്കുഴി തോണ്ടേണ്ട ആവശ്യമില്ലല്ലോ. ഖബർ എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങൾ അവരുടെ ശവശരീരം സംസ്കരിക്കുന്ന രീതിയാണ് ഖബറിലേക്ക് ഇടുന്നത്. ഇത് കത്തിച്ചു കളയുകയല്ലേ ചെയ്യുന്നത്. മോദിയെ ശ്മശാനത്തിലേക്ക് എടുക്കുമെന്നല്ല, ഖബർ കുതകി എന്ന് പറഞ്ഞപ്പം ആ ഖബറുമായിട്ട് ബന്ധപ്പെട്ട ആരുടെയൊക്കെ മനസ്സിൽ ആവേശം വളർത്തിയെടുക്കാൻ വേണ്ടി ചെയ്ത പണിയല്ലേ അത്. ഇത് പറയുമ്പം ഒരു കാര്യം നമ്മൾ മറക്കാൻ പാടില്ല. കോൺഗ്രസിൻ്റെ ചരിത്രം എന്ന് പറയുന്നത് ശവത്തിന് മരിച്ച നേതാക്കളുടെ ശരീരം വെച്ചുള്ള അല്ലെങ്കിൽ മൃതശരീരം വെച്ചുള്ള രാഷ്ട്രീയം കളിച്ചാണ് കോൺഗ്രസ് 48 തൊട്ട് തന്നെ. 48 മഹാത്മാഗാന്ധിജിയുടെ ശവശരീരം അവർക്ക് രാഷ്ട്രീയ നേട്ടത്തിനുള്ള ആയുധമായിരുന്നു. കള്ളക്കേസിൽ അവർക്ക് എതിർപ്പുള്ളവരെ, രാഷ്ട്രീയ സ്വയംസേവക സംഘത്തെയും വീരവിനായക ദാമോദർ അവർക്ക് കുടുക്കി മുതലെടുക്കാൻ ശ്രമിച്ചു. അതിനിടയ്ക്ക് മഹാരാഷ്ട്രയിലെ വലിയ തോതിൽ ചിത്പാവൻ ബ്രാഹ്മണരെ കൂട്ടക്കൊല ചെയ്തു. ന്യൂയോർക്ക് ടൈംസൊക്കെ അന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിനെ ഒരു രാഷ്ട്രീയ ആയുധമായിട്ട് ഉപയോഗിച്ചുകൊണ്ട് കമ്മ്യൂണിസ്റ്റുകാരുടെ സഹായത്തോടെ അത് പ്രയോജനപ്പെടുത്തി. അതിനുശേഷം ലളിത് നാരായൺ മിശ്ര മരിച്ച സാഹചര്യം അങ്ങേപ്പോഴുള്ളവർക്ക് തീർച്ചയായിട്ടും ഓർമ്മയുണ്ടാവും. നമുക്ക് വേഗം പറഞ്ഞു പോകാം. ഇന്ദിരാഗാന്ധിയുടെ കൊലപാതകം, ഇന്ദിരയുടെ കൊലപാതകം പോലും തിരിഞ്ഞു നോക്കി ചിന്തിക്കുമ്പം അതിൽ സിഖുകാർ, അതായത് സിഖ് ടെററിസ്റ്റ്, ഖാലിസ്ഥാൻ തീവ്രവാദികൾ മാത്രമാണോ പങ്കുവഹിച്ചിട്ടുള്ളതെന്നും അവർക്ക് ആ കാര്യം ചെയ്യുന്നതിനുള്ള സൗകര്യം ചെയ്തു കൊടുത്തത് മറ്റു ചിലർ ഇന്ദിരയുടെ
കുടുംബത്തിൽ നിന്നോ സംവിധാനത്തിൽ നിന്നുള്ളവരായിരുന്നോ എന്നും കൂടുതൽ അന്വേഷിച്ചാൽ മനുഷ്യന് പലതും കണ്ടെത്താൻ പറ്റും. ഒരു കാര്യം മാത്രം ഓർക്കങ്ങ്, അത് കഴിഞ്ഞപ്പം രാവിലെ 9:30-10 മണിക്കാണ് ഇന്ദിരയെ വെടിവെച്ചിരുന്നത്. ഏറ്റവും ക്രൂരമായ സംഭവം, നിന്ദ്യമായ സംഭവം, ഭാരതത്തിന് സഹിക്കാൻ വയ്യ സംഭവം. പക്ഷെ ആ വാർത്ത സ്ഥിരീകരിക്കുന്നത് വൈകുന്നേരം 6:30. സോവിയറ്റ് യൂണിയൻ ശൈലിയിൽ മരിച്ചു കഴിഞ്ഞിട്ടും മരിച്ചു എന്ന് പ്രഖ്യാപിക്കുന്ന വൈകുന്നേരം 6:30. ഏതാണ്ട് 12 മണിയായപ്പോഴത്തേക്ക് BBC ഇത് റിപ്പോർട്ട് ചെയ്തു. BBC റിപ്പോർട്ട് ചെയ്യുമ്പോഴാണ് ഇന്ദിര വെടികൊണ്ട് വീണ സ്ഥലത്ത് നിന്ന് 4-5 കിലോമീറ്ററിനുള്ളിൽ താമസിക്കുന്ന ഞാൻ ഡൽഹിയിൽ അന്നേരം ഞാനൊക്കെ അറിയുന്നു. അതേ സമയത്ത് ആ വിവരം പ്രഖ്യാപിക്കുന്ന വൈകുന്നേരം 6:30. ഇന്ദിര താമസിപ്പിച്ചു. വിദേശത്തായിരുന്ന ജ്ഞാനി ജയിൽ സിംഗ് ഇന്ത്യയിൽ വരണം, രാജീവ് ഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കണം. അത് രണ്ടും ചെയ്തിട്ട് ഇന്ദിരയെ വെടിവെച്ചു വധിച്ചു, രാജീവ് ഗാന്ധി പ്രധാനമന്ത്രി. 2 ഒറ്റ വാർത്തയിലാണ് കൊടുത്തത്. അതുവരെ ഇല്ലാത്ത സംവിധാനമാണ്. ജവഹർലാൽ നെഹ്റു മരിച്ചപ്പം ഗുൽസാരിലാൽ നന്ദയെ താൽക്കാലിക പ്രധാനമന്ത്രിയാക്കി. പിന്നീട് പാർലമെന്ററി പാർട്ടി കൂടിയിട്ട് ലാൽ ബഹദൂർ ശാസ്ത്രിയെ സെലക്ട് ചെയ്തു. ശാസ്ത്രിജി മരിച്ചെന്നല്ല, കൊല്ലപ്പെട്ടെന്ന് ഞാൻ പറയുന്നത്. കൊല്ലപ്പെട്ടതിന് ശേഷവും ഇത് തന്നെ അനുഭവം ഉണ്ടായത്. താൽക്കാലിക പ്രധാനമന്ത്രിയായിട്ട് ഗുൽസാരിലാൽ നന്ദയെ വെച്ചു. പാർലമെന്ററി പാർട്ടി കൂടി ഇന്ദിരയെ എടുത്തു. കറക്റ്റ് പ്രൊസീജിയറാണ്. ഭരണഘടന ഇല്ലാത്തപ്പോൾ രാഷ്ട്രപതി കണ്ട വഴിയതാ. എന്നാൽ ഇന്ദിര മരിച്ചെന്ന് കൊല്ലപ്പെട്ട അമ്മയുടെ ശവശരീരം അഗ്നിക്ക് സമർപ്പിക്കുന്നതിന് മുമ്പ് രാജീവ് ഗാന്ധിക്ക് തിടുക്കമായിരുന്നു ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകുവാൻ. അതും ഒരർത്ഥത്തിൽ വോട്ട് ചോരി, അധികാരം ചോരി തന്നെയാണ്. അതാണ് അടുത്ത സംഭവം. സഞ്ജയുടെ മരണം, രാജീവിൻ്റെ മരണം, ഇതെല്ലാം പുനരന്വേഷണത്തിന് വിധേയമാക്കിയാൽ അതെല്ലാം തിരിച്ചു ചെല്ലാൻ പോകുന്നത് ഇറ്റാലിയൻ മാഫിയയുടെ പാരമ്പര്യം പുലർത്തുന്ന സോണിയ ഭാരതത്തിൽ വന്ന ശേഷം കൊലപാതക രാഷ്ട്രീയത്തിൻ്റെ പുതിയ തലങ്ങളിലേക്ക് കടന്നുപോയെന്ന് നമുക്ക് സംശയിക്കേണ്ടി വരും. ഒരു കാര്യം അങ്ങ് സാന്ദർഭികമായിട്ടൊന്ന് ഓർക്കുക. സോണിയ ഭാരതത്തിൽ വന്നു. ഇന്ദിരയുടെ കുടുംബത്തിലെ അലകും പിടിയും അവരുടെ കയ്യിലായി. ആദ്യം മരിച്ചു വീണു സഞ്ജയ്. അപകടമരണമെന്നാണ് പറയുന്നത്. അതിൻ്റെയും രഹസ്യങ്ങൾ ഇനിയും പരസ്യമാകാൻ ബാക്കിയാണ്. അതിനുശേഷം ഇന്ദിര കൊല്ലപ്പെട്ടു. അതിനുശേഷം രാജീവ് തന്നെ കൊല്ലപ്പെട്ടു. അതങ്ങനെ. പ്രിയങ്ക റോബർട്ട് വദ്രയുടെ വീട്ടിൽ വിവാഹം കഴിച്ചു. റോബർട്ടിൻ്റെ അച്ഛൻ ഇന്ന് ജീവനോടെ ഇല്ല, അപകടമരണമായിരുന്നു. സഹോദരൻ, അവിടെയും മരണങ്ങളുടെ ഒരു ശൃംഖല തന്നെയുണ്ട്. ഇപ്പം യഥാർത്ഥത്തിൽ മരണമാണോ ഒരുപക്ഷെ ബോധപൂർവം ചെയ്തതോ അല്ലെങ്കിൽ സാന്ദർഭികമായി സംഭവിച്ചതോ അല്ലെങ്കിൽ സംഭവിക്കാൻ അനുവദിക്കുകയോ ചെയ്ത മരണങ്ങളാണ് ഇവരുടെ ഭരണത്തിൻ്റെ, സോണിയ കുടുംബത്തിൻ്റെ, ഇനിയും ഗാന്ധി കുടുംബം എന്ന് പോലും പറയണ്ട, സോണിയ കുടുംബത്തിൻ്റെ ഭരണ തുടർച്ചയ്ക്ക് മരണങ്ങളും കൊലപാതകങ്ങളുമാണോ അടിസ്ഥാനം, അല്ലെ അതിൻ്റെ അടിസ്ഥാനത്തിലാണോ അവരത് ചെയ്യുന്നത് നമുക്ക് ആലോചിക്കേണ്ടതുണ്ട്. അതിനകത്ത് ഒരു ചെറിയ കാര്യമുള്ളത് ഞാൻ സപ്ലിമെൻ്റ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. കാരണം സോണിയാഗാന്ധിയുടെ അച്ഛൻ അന്റോണിയോ മൊയ്നോ സോണിയാഗാന്ധിയുടെ അച്ഛന് അവിടുത്തെ മുസോളിനിയുടെ ഫാസിസ്റ്റ് പാർട്ടിയിലെ സജീവ അംഗമായിരുന്നു. മുസോളിനി അവിടെ വീണ് കഴിഞ്ഞപ്പോൾ അദ്ദേഹം റഷ്യയിലേക്ക് പോയി. പിന്നെ KGBയുടെ ചാരനായി. എന്ന് പറഞ്ഞാൽ ഒരു ഫാസിസ്റ്റ് രക്തമുള്ള കുടുംബത്തിൽ നിന്ന് വന്ന ആളാണ് സോണിയാഗാന്ധി. ഇപ്പോൾ സോണിയാഗാന്ധിയുടെ ശരീരത്തിൽ ഫാസിസ്റ്റായ അച്ഛൻ്റെ രക്തമാണ് ഒഴുകുന്നത്. സ്വാഭാവികമായും സോണിയാഗാന്ധിയുടെ പെരുമാറ്റത്തിലും തീരുമാനത്തിലും ഒരു ഫാസിസ്റ്റ് സമീപനം ഉണ്ടാകാം. മകൻ്റെ സമീപനത്തിലും അതുണ്ടാകാം. അത് സ്വാഭാവികമായ ഒരു കാര്യമാണ്. ഇവിടെ ഉള്ള കാര്യം അത് മാത്രമല്ല ഇന്നത്തെ കാര്യം. സഞ്ജയ് ഗാന്ധിയുടെ മരണം കൊണ്ട് അങ്ങനെ നിർത്തി. പിന്നെ നടന്ന മരണം സോണിയയുടെ പാത സുഗമമാക്കാൻ തടസ്സങ്ങളുണ്ടായിരുന്നു. അപ്പോഴും അതിന് പ്രധാന തടസ്സങ്ങൾ, ഒന്ന് മാധവറാവു സിന്ധ്യ കൊല്ലപ്പെട്ടു. പ്രമുഖനായ കോൺഗ്രസ് നേതാവ് സച്ചിൻ പൈലറ്റ് കൊല്ലപ്പെട്ടു. സോണിയയുടെ സർട്ടിഫിക്കറ്റ് പരിശോധിക്കണം എന്ന് പറഞ്ഞ നമ്മുടെ ലോക്സഭ സ്പീക്കർ
GMC ബാലയോഗി കൊല്ലപ്പെട്ടു. അത് ഹെലികോപ്റ്റർ അപകടമാണ്. പിന്നെ സോണിയയെ എതിർത്ത് നിന്ന രാജശേഖർ റെഡ്ഡി, പിന്നെ ആന്ധ്രയിലെ മുഖ്യമന്ത്രി, കൊല്ലപ്പെട്ടു. അപ്പോൾ ഇത്രയും പേരുടെ മരണം അതിൻ്റെ ഗുണഭോക്താവ് ആരാണെന്ന് ചോദിച്ചാൽ സോണിയാഗാന്ധിയാണ് അതിൻ്റെ ഗുണഭോക്താവ്. പിന്നെ ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ മരണത്തിൻ്റെ ഗുണഭോക്താവ് ഇന്ദിരാഗാന്ധി ആയിരുന്നു. ഇന്ദിരാഗാന്ധിയുടെ മരണത്തിൻ്റെ ഗുണഭോക്താവ് രാജീവ് ഗാന്ധി ആയിരുന്നു. രാജീവ് ഗാന്ധിയുടെ മരണത്തിൻ്റെ, സഞ്ജയ് ഗാന്ധിയുടെയും മരണത്തിൻ്റെയും ഗുണഭോക്താവ് സോണിയാഗാന്ധിയാണ്. അപ്പം ഇവരെ ഖബർ ഒരുക്കും എന്ന് ഈ മഹളയിലെ ഒരു മഹത്തായ ഒരു മഹള ഇത് പറഞ്ഞപ്പോൾ അതിൽ ഖേദം പ്രകടിപ്പിക്കാൻ ഫാസിസ്റ്റ് രക്തം ഓടുന്ന രാഹുൽ ഗാന്ധിക്ക് കഴിയില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ഫാസിസ്റ്റ് രക്തം എന്ന് ഞാൻ ബോധപൂർവ്വം തന്നെ പറഞ്ഞാണ്. സോണിയാഗാന്ധിയുടെ അച്ഛൻ ഫാസിസ്റ്റ് ആണെന്നുള്ള ചരിത്രത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഒരു ഫാസിസ്റ്റ് പാരമ്പര്യമുള്ള രാഹുൽ ഗാന്ധിയിൽ നിന്നും അത് കൂടുതൽ പ്രതീക്ഷിക്കേണ്ട. പക്ഷേ ഞാൻ പറയാൻ പോകുന്നൊരു കാര്യം, ഈ കാര്യങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യാതെ വിട്ട മലയാളത്തിലെ പത്രദൃശ്യ മാധ്യമങ്ങളുടെ ഖബർ എത്രയോ നാളുകൾക്ക് മുമ്പ് തന്നെ മലയാളിയുടെ മനസ്സിൽ സംഭവിച്ചു കഴിഞ്ഞു. ഈ വൃത്തികെട്ട മാധ്യമങ്ങളെ പറയാതിരിക്കാൻ പറ്റത്തില്ല. മാതൃഭൂമിയും മനോരമയും അടക്കമുള്ള പത്രമാധ്യമങ്ങളും ഏഷ്യാനെറ്റും അതുപോലെ തന്നെ മീഡിയ വൺ, പിന്നെ മൗദൂദി ചാനൽ തന്നെ, അതിനെ ചാനലായിട്ട് കണക്കാക്കേണ്ട ഒരു തീവ്രവാദ സംഘടനയുടെ ഒരു ഭാഗമായിട്ട് കണക്കാക്കിയാണ്. എല്ലാ ചാനലുകളും ഇത് മനസ്സിലാക്കണം. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ പിടിപ്പുകേടാണ്, നിങ്ങളുടെ രാജ്യവിരുദ്ധ നിലപാടുകളാണ് ഈ രാജ്യത്തിലെ സോഷ്യൽ മീഡിയയെ നിലനിർത്തുന്നത്. എന്തായാലും ഖബറുകൾ ഒരുങ്ങട്ടെ. പക്ഷേ ഈ ഖബറുകളെയൊക്കെ അതിജീവിച്ച് ഇന്ത്യൻ ജനാധിപത്യം നിലനിൽക്കും. ഒരു ഇറ്റാലിയൻ ഫാസിസ്റ്റിന് ആ ഫാസിസ്റ്റിൻ്റെ മകനോ മകക്കോ ഇന്ത്യൻ ജനാധിപത്യത്തെ ഒരാളെ കൊന്നതുകൊണ്ട് അവസാനിപ്പിക്കാൻ കഴിയില്ല എന്ന് ചരിത്രം രേഖപ്പെടുത്തും എന്നാണ് എൻ്റെ വിശ്വാസം. സാറ് ദീർഘമായി ഈ കാര്യങ്ങൾ പ്രേക്ഷകരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതിൽ സന്തോഷമുണ്ട്. നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.